ഞാൻ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പൊക്കെ കയറി വീണ്ടും ഈ മഴയൊക്കെ കൊണ്ട് ഓടിച്ചെല്ലണ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, തമ്പനയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രാവൽസിൻ്റെ അവിടേക്കാണ്. അതും ഈ ചേട്ടനെ ഫോളോ ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടിലെത്തി. നമ്മളിത് ജസ്റ്റ് നമ്മളെ ഈ രണ്ട് പുലിക്കൂട്ടന്മാരെടുക്കാൻ വേണ്ടി വന്നതാണ്. അധികം ആകാംക്ഷഭരിതരായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, നമ്മൾ ഫുൾ വീഡിയോയ്ക്ക് എന്തായാലും പോവാം. അങ്ങനെ സബ് രണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് സെറ്റ് ചെയ്യണം. സാധനം വീട്ടിൽ കൊടുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് 12 ഇഞ്ച് വെക്കണം. നമ്മുടെ എക്സ്പ്ലോറിൻ്റെ സാധനം കയറ്റാൻ നോക്കണം. ഇപ്പോൾ ട്യൂബ് രണ്ടും സോണിയുടെ ഒറിജിനൽ തന്നെ കിട്ടി. ഭയങ്കര റയർ സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ കിട്ടും സാധനത്തിന്. സിംഗിൾ ട്യൂബ് വിത്ത് സബ് ആൾക്കാർ 6500 7000 ഒക്കെയാണ് ലിസ്റ്റ് ചെയ്തേക്കണത്. അതൊക്കെ എക്സ്പെൻസീവ്, ഓവർ എക്സ്പെൻസീവ് ആണ്. ഒന്നും നമുക്ക് തൊടാൻ സാധനം കിട്ടാനില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, വിൽക്കണവർ പറഞ്ഞിട്ട് കാര്യമില്ല. സാധനം കിട്ടാനില്ല, ആ റേറ്റ് കൊടുക്കേണ്ടി വരും വാങ്ങണവർ. വേറെ രസം എന്താണെന്ന് വെച്ചത്, സോണി എക്സ്പ്ലോർഡ് ഇപ്പോൾ നമ്മുടെ സ്പീക്കറുകളുടെ ഇടയിൽ ഒരു ഇന്നോവ ആയിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ങിയ റേറ്റിനേക്കാളും കൂടുതൽ മാത്രമേ ഈ സാധനം വിറ്റുകയുള്ളൂ. അതായത് ഇപ്പോൾ എക്സ്പ്ലോറിൻ്റെ ഇരിക്കണ സബ്ബൊക്കെ അന്ന് ഇറങ്ങിയിരുന്നത് സ്പീക്കർ മാത്രം 3500 രൂപ, അതുപോലെ തന്നെ ഈ വിത്ത് ട്യൂബ് 5 രൂപ. ആ റേറ്റിനൊക്കെയാണ് സാധനം ഒരു 5 വർഷം 10 വർഷം മുന്നേ ഇറങ്ങിയിട്ടുണ്ടാവുക. ഇപ്പോൾ സാധനം പുതിയതൊന്നും അത് കിട്ടാനില്ല. ഡയമണ്ട് ട്യൂബ് തീരെ കിട്ടാനില്ല. ഡയമണ്ട് ട്യൂബ് ഓൾറെഡി പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളവർ ഈ പറഞ്ഞ പോലെ ഈ റേറ്റിനാണ്. അന്ന് വാങ്ങിയതിൻ്റെ 3 ഇരട്ടിക്കൊക്കെയാണ് സെക്കൻഡ്സ് ഇപ്പോൾ മാർക്കറ്റിൽ പോണത്. പൊക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ട്രാവൽസുകാരുടെ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോയി എടുത്തു സാധനം. സോണിയുടെ ഈ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും കെടുക്കുന്നുണ്ട്. മറ്റേ ഈ ടൈപ്പ് പണിച്ചേക്കണ ഐറ്റംസ് ഒരു 4-5 ഇനിയും കെടുക്കുന്നുണ്ട് ആ വീട്ടിൽ. പക്ഷെ അതൊക്കെ ഈ സൈഡിൽ നിന്ന് പൂതിലിച്ച് തുടങ്ങി. അവളുടെ വീട് റിനോവേഷൻ ആയ കാരണം, ഇതിപ്പോൾ ഉണ്ടായിരുന്ന ട്രാവൽസ് ഏജൻസിക്കാരുടെ വീട് റിനോവേഷൻ ആയ കാരണം അവർ കാർപോർട്സൊക്കെ എടുത്ത് വെച്ചു. മഴക്കാലമാണ്, മഴ അടിച്ചു, സൈഡ് മൊത്തം പോയിട്ടുണ്ട്. ഇതിൻ്റെ കുഴപ്പമില്ല, ഇങ്ങനത്തെ ഉണ്ടായിരുന്നതിൻ്റെ മൊത്തം പോയി. പിള്ളേർ നല്ല മൊത്തം ഞങ്ങൾ എടുത്തു തുടങ്ങും. ഇനിയിപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇനിയാണ് നമ്മുടെ പണി തുടങ്ങണത്. ഇത് റിസ്ക്കാണ്. ഇനിയുള്ള പരിപാടി അതിന് റിസ്ക്കാണ്. റിസ്ക്കാന്ന് പറയാൻ കാരണം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഉള്ള 2 മോഡലും ഇങ്ങനെ ഫ്രണ്ടിൽ ഈ ബീഡിങ് വരണതാണ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കത്തില്ല, ഇറങ്ങത്തില്ല. എന്താ, അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ ഇത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിൽവർ ബീഡിങ് റിമൂവ് ചെയ്യണം. നമ്മുടെ 2 സബ്ബും ഇതേപോലെ തന്നെയാണ്, 2 സെയിം മോഡൽ എടുത്തേക്കണേ. അത് 2ൻ്റെയും ബീഡിങ് റിമൂവ് ചെയ്യണം. ഈ ബീഡിങ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഫ്രെയിം റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് റീസെയിൽ ചെയ്യാനും പറ്റില്ല. അതായത് ആൾക്കാർ ഇത് ഈ സാധനം റിമൂവ് ആയി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് റീകോൾ ചെയ്തു എന്ന് പറയാം ഡയറക്റ്റ്. കൂടുതലൊന്നും നോക്കില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യും. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ സ്ക്രൂ ഡ്രൈവറൊക്കെ കുത്തി ഇറക്കി ആക്ച്വലി പറഞ്ഞാൽ കുത്തി പൊളിക്കണം. അതിൻ്റെ ഇടയിൽ ഈ ബീഡിങ്ങുമ്മ തൊടാണ്ടിരിക്കുകയും വേണം. നെഞ്ചിടിക്കും, അതാണ് പ്രശ്നം. എന്നാലും നമുക്കൊരു ട്രൈ നോക്കി നോക്കാം. ഇങ്ങനെ ഇതിൽ വെച്ച് ഇങ്ങനെ ആ ഒരു ഒറിജിനാലിറ്റി കേൾക്കാൻ നല്ല കൊതിയായിട്ടുണ്ട്. നോക്കാം, നമുക്ക് ജസ്റ്റ് ഒരു ട്രൈ നോക്കാം. ഇത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സബ് കൂടി അവിടെ ഇരിക്കുന്നുണ്ട്, അതും ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. 2 ഒരുമിച്ച് കിട്ടുമെന്ന് ഞാൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അതും നല്ല പ്രൈസിങ് ആയിരുന്നു കേട്ടോ. അവർക്ക് ഈ സാധനം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു. നമുക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആവശ്യമുള്ള സാധനമായിരുന്നു. അങ്ങനെ പൊക്കി എടുത്ത് കൊടുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാൻ ബാക്കി. അങ്ങനെ നമ്മളിതിൻ്റെ ഒറിജിനൽ റിങ് ഊരിയുണ്ട്. ഇതിൻ്റെ ഷേപ്പ് പറഞ്ഞത് റൗണ്ടാണ്, ഇത് ഡയമണ്ട് ആണല്ലോ. അപ്പോൾ സംഗതി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കും. പക്ഷേ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെ, ഈ സൈഡൊക്കെ ഉണ്ടോ, ഇതൊക്കെ ടച്ച് ചെയ്യും. ഡയമണ്ടിൻ്റെ സബ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ശ്രദ്ധിച്ച് നോക്കിക്കോ. അവിടെ വെച്ചിട്ട് ഈ സാധനത്ത് ഇതിൻ്റെ ബീഡിങ്ങുമ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്കിങ്ങിൽ എന്തായാലും ഡിസ്ട്രക്ഷൻ കാണിക്കും. തൽക്കാലം നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് ഇതിങ്ങനെ വെച്ച് പ്ലേസ് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ നോക്കാമല്ലോ. സബ് ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പീക്കർ ടൈറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഏറ്റവും വലിയ പേടിയാവും ഇങ്ങനത്തെ ഈ 4 സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ. സംഗതി നമ്മളിവിടെ വെച്ച് തിരിക്കണതിൻ്റെ ഇടയിൽ ഒന്ന് സ്ലിപ്പായാൽ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറങ്ങും. ഇപ്പോൾ ഈവൻ എത്ര കോടികളുടെ ലക്ഷങ്ങളുടെ സബ്ബാന്ന് പറഞ്ഞാലും കാര്യമില്ല, ഈ സാധനം കുത്തിയിട്ടുണ്ടെങ്കിൽ അത് പൊളിയും, പിന്നെ അത് കാര്യമില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് പ്രഷർ ചെയ്യാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല, ഡ്രില്ലില്ലാത്ത കാരണം. ഡ്രില്ല് ചെയ്തിട്ട് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യം. പക്ഷേ നമ്മൾ അത്രമാത്രം ഡ്രില്ലും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രഷർ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കണത്. ഏറ്റവും വലിയ ടെൻഷനുള്ളതാണ് ഈ പരിപാടി. ഓരോരുത്തർക്കും ഓരോ ടെൻഷൻ കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. സംഗതി നമ്മൾ സബും കാര്യങ്ങളും വെച്ചു. തൽക്കാലത്തിന് 2 സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വയർ കൊടുത്ത് കണക്ട് ചെയ്ത് പ്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ സമയം ഇപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് 2-2:30. അപ്പോൾ ഉച്ച ഉറക്കത്തിലാണ് വീട്ടിലെ മുതിർന്ന പൗരന്മാർ.
ഒന്നാമത്തെ ഈ സ്പീക്കർ ഇത്ര അധികം ഇരിക്കണം തന്നെ അവിടെ താല്പര്യപ്പെടില്ല. അതിനിടയിൽ ഈ സബിൻ്റെ ഇടിമണി കിട്ടണമെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി വലിച്ച് പുറത്തേക്ക് ഇടും. ആയതിനാൽ നമ്മൾ മൂത്തവരെ ബഹുമാനിക്കണം. അപ്പോൾ നമുക്കൊരു ഉച്ച കഴിഞ്ഞിട്ട് സാധനം പ്ലേ ചെയ്ത് നോക്കി നോക്കാം. ഇത് സെറ്റാണോ എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റേത് മണി ചെയ്ത് വെക്കാൻ. അപ്പം ഇനി ഒരു 4 മണി 4:30 ആവാൻ വേണ്ടിയിട്ടുള്ള കട്ട ഈകളി വെയിറ്റിംഗ് ആണ്. ബാക്കി ഇനി അപ്പോൾ വീഡിയോ എടുക്കും. എന്തായാലും നൈറ്റ് ആയ സ്ഥിതിക്ക് നമ്മളിതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സബിൻ്റെ സൗണ്ട് മാത്രമായിട്ട് ഇതിൽ കൂട്ടാൻ പറ്റും. കോപ്പിറൈറ്റ് അടിക്കാമെന്ന് അറിയില്ല. എന്നാലും കുറച്ച് കൂട്ടി നോക്കി നോക്കാം. ഇപ്പോൾ ഇത് സബിന് വേണ്ടി മാത്രമായിട്ട് വെച്ചേക്കുന്ന സ്റ്റീരിയോ ആണ്. സബ് സോണിയുടെ തന്നെ 4 ചാനൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട 12 വോൾട്ട് പവർ സപ്ലൈ, ഒരു 20 ആമ്പിയർ 10 ആമ്പിയർ ധാരാളം. 22 ഓക്കെ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വർക്കിംഗ് ഉണ്ട്. ആകെ 2 സ്ക്രൂ മുകളിൽ നിലത്ത് മാത്രം സ്ക്രൂ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഒരു 10 വരുന്നുണ്ട്. എല്ലാ സ്ക്രൂ ഇട്ടെല്ലാം കറക്റ്റ് ആവുള്ളൂ. നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വെറുതെ വെച്ചേക്കണതാണ്. അപ്പോൾ സംഗതി കുഴപ്പമില്ല. ഇനി ഒരെണ്ണം തന്നെ വയ്ക്കുമ്പോൾ തന്നെ വീടിന് മുകളിൽ ഷീറ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് കിടന്ന് പതറുക. അപ്പോൾ ഭയങ്കര ഡിസ്ട്രാക്ഷൻ സൗണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ സൗണ്ട് എന്തെങ്കിലും അവിടെ അടുത്ത പെട്ടി കൊണ്ട് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഉണ്ട്. കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത എഫക്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരു 12 ഇഞ്ചൊക്കെ മതി. എന്നാലും നമ്മുടെ ഒരു ചിറകാല സ്വപ്നമായിരുന്നു. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ എത്ര ചണ്ടയുണ്ടെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഓട്ടം വിളിച്ചേർന്നത്. ഓട്ടം വിളിക്കാൻ വേറെ ആൾക്കാരെ വരുന്നത്. പക്ഷേ നമ്മൾ കയറുമ്പോൾ നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഈ സാധനം എണ്ണും വെറുതെ. ഫ്രണ്ടിൽ നിന്ന് കാണണം, ബാക്കിൽ കാണണം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് മറ്റേ ബ്രോസ് മൂൺലൈറ്റൊക്കെ കിടക്കാച്ചിട്ട് കയറ്റിയിരുന്നു. നമ്മുടെ അവിടെയൊക്കെ ഒരു ഫ്രണ്ടിൽ 2 ബാക്കിൽ 2 ആ റേഞ്ചിലാണ് അന്നത്തെ ഒരു ഞാൻ പറഞ്ഞ 2015, 16, 17 ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അന്നും ഹൈ ബഡ്ജറ്റ് വണ്ടികളിൽ 36 കയറ്റി ടീമൊക്കെ ഉണ്ട്. അത് ഫുൾ എക്സ്പ്ലോർഡ് തന്നെ, ഒറിജിനൽ സബ്, മറ്റേ ഡയമണ്ട് ഷേപ്പ് ഒറിജിനൽ സബ് ഇട്ട വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അന്ന് ഇതിൻ്റെ ബാക്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ മറ്റേ എയർ വരുന്ന സൈഡില്ലേ, അതിങ്ങനെ അതൊരു കാലമായിരുന്നു. അതൊരു ഇറ പറയാൻ വയ്യ. ഇപ്പോഴും എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും മിക്കവാറും. എൻ്റെ നമ്മൾ ലാസ്റ്റ് സീറ്റ് മാത്രം കയറി നോക്കൂ ഈ സാധനത്തിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കഥയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറെക്കുറെ ഒരു 14 വർഷം കഴിഞ്ഞിട്ടാണ് കയ്യിൽ വന്ന് പെട്ടത്. 2 ഒരുമിച്ച് കിട്ടി. സന്തോഷം. ഗുഡ്സ് ബ്ലെസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാം വലിയ കണ്ടൻ്റൊന്നും അല്ല ഇട്ടേക്കണത്. എന്നാലും ഇതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിൽ 10ൽ 2 ആൾക്കോ 3 ആൾക്കോ ആണ് അവർ ചിലപ്പോൾ ഫീലിംഗ് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. എന്നാലും പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചത് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതേ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. വെറുതെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിലേക്ക് മാക്സിമം എത്തിക്കാൻ സഹായിക്കുക. ഇങ്ങനത്തെ ഒരു കാരണമില്ലാത്ത കുറേ കണ്ടൻറ്റുകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ഇത് സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു പുഷ്, ബാക്ക് പുഷ്. അപ്പോൾ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു. ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ബൈ.